എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവർക്കും, എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു ദിവസമാണ് കേട്ടോ. നാട്ടിലേക്ക് പോവുകയാണ്. കുറേ നാളായി, അത് 2 മന്തിൻ്റെ മുകളിലായി നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്തായിട്ടും ഉണ്ട്. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. 6 മണിക്കാണ് ട്രെയിനിന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടയും അതായത് ഓംലറ്റും നമ്മുടെ ബ്രെഡും കൂടെ ആക്കിയെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഡ്രസ്സൊക്കെ മാറി ഇത് പാക്കൊക്കെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തു. വീടൊക്കെ ഞാൻ ഫുൾ വൃത്തിയാക്കിയിട്ട്, എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വീട് ഭയങ്കര നീറ്റിൽ കിടക്കണം എന്ന് മസ്റ്റായ ഒരു കാര്യം കേട്ടോ. അങ്ങനെ നമ്മൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് നേരെ ഇതാ ഓട്ടോയിലേക്ക് കയറി. ഓട്ടോ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഊബർ രാവിലെ ഈ ബുക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് എത്താൻ കുറച്ച് ലേറ്റായി. പക്ഷെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് സ്റ്റേഷനിലെത്തി കേട്ടോ. ട്രെയിനിൽ കയറിയിരുന്നു. ഒരു 6 മണി കറക്റ്റ് ആയപ്പോഴത്തേക്ക് ട്രെയിൻ വിട്ടു. ആ സമയം തന്നെ 5:30 ആകുമ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായി. സൈഡ് സീറ്റെല്ലാം ഫുള്ളായി. 6 മണിയാകുമ്പോൾ ഒരു സൈഡ് സീറ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇരിക്കാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലെയൊക്കെ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിനാണ് കേട്ടോ ട്രെയിൻ വിട്ടത്. അങ്ങനെ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ലോണം ഉറക്കം വന്ന്. രാത്രി തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 12 മണിക്ക് ഉറങ്ങിയിട്ട് പിന്നെ 3 മണിക്ക് എങ്ങാണ്ട് എണീച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലോണം ഉറക്കം വന്നിട്ട് ഞാൻ നല്ലോണം കിടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അഗേട്ടനാണെങ്കിൽ നല്ല വായനയാണ്. അഗേട്ടന് ഈ വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ബുക്ക് ഇങ്ങനെ കുറേ വാങ്ങിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ എല്ലാം ഇങ്ങനെ ഇരുന്ന് വായിക്കും കേട്ടോ. യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമൊക്കെ ഇങ്ങനെ കേട്ടൻ വായിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം തലശ്ശേരി എത്തേണ്ട സമയമായി. ഞാനാണെങ്കിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ്. കുറേ സമയം ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ജനശതാബ്ദിയിലുള്ള 3 സീറ്റർ പോലത്തെ ഒരു ഇതാണ് സീറ്റാണ്. അപ്പോൾ തീരെ സുഖമില്ല അങ്ങനെ ഇരിക്കാനും. അപ്പോൾ തലശ്ശേരി എത്തിയപ്പാടെ എനിക്ക് ആകെ ഇനി ഇങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളതായി കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു കുറച്ച് സമയം കൂടിയല്ലേ നമ്മൾ അങ്ങോട്ട് എത്താനുള്ളൂ. ട്രെയിന് തീരെ ലേറ്റ് ആയിട്ടില്ല, എവിടെയും നിർത്തിയിട്ടില്ല, മുഷിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ ചൂടുകാലത്ത് ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല. എന്താ എവിടെയും നിർത്തിയിടുന്ന ഒരു അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന്, എവിടെയും നിർത്താണ്ട് കറക്റ്റ് ഓൺ ടൈമിന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 11:30 ആയപ്പോഴത്തേക്കും നമ്മളെ കണ്ണൂരെത്തി. കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് എത്തി കേട്ടോ. അങ്ങനെ അറച്ച് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അനിയും കൂട്ടാൻ വന്നിന്. ലഗേജെല്ലാം നമ്മളെന്ത് ചെയ്ത് വണ്ടിയിലെടുത്ത് അങ്ങനെ വെച്ച് പിന്നെ ഫുൾ സെറ്റാക്കി. കുറച്ചധികം ലഗേജ് ഉണ്ട്. കാരണം നമ്മളെ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വരും. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം വരുമ്പോൾ കുറച്ചധികം ലഗേജ് അങ്ങനെയും എടുത്തതാണ്. അപ്പോൾ 1, 2, 3, 4 ലഗേജ് ആയതുകൊണ്ട് അർജു അങ്ങനെ കൂട്ടാൻ വന്ന്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു കേട്ടോ. അർജു ഓൾറെഡി ചെയ്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ കണ്ണൂരെത്തുമ്പോൾ വേറെ തന്നെ ഒരു വൈബാന്ന് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ കണ്ണൂർ നമ്മളെ നാടാകുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണല്ലോ. കൊയിലി ഹോസ്പിറ്റലെല്ലാം കഴിഞ്ഞ് തീരെ ബ്ലോക്കൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ചൂടാണ്, പക്ഷെ ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് വലിയൊരു സമാധാനം. അങ്ങനെ പോയിതാ നമ്മൾ വളവട്ടണം പാലമെല്ലാം എത്തി. നോക്കുമ്പോൾ വളവട്ടണം പാലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേറൊരു പാലം കൂടെ വരുന്നുണ്ട് കേട്ടോ. ഈ സൈഡല്ല, അപ്പുറത്തെ സൈഡാണ്. അതും ഏകദേശം പൂർത്തിയാവാനായി. അത് വേറൊരു ദിവസം നമുക്ക് പോയിട്ട് കാണണം എങ്ങനെയുണ്ട് എന്നെല്ലാം. അങ്ങനെ ഇതാ പഞ്ചായത്ത് എത്തിയപ്പോഴത്തേക്ക് ചെറിയൊരു ബ്ലോക്കായി കേട്ടോ. ഫുൾ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്ലോക്കായി. കുറച്ച് സമയം ഇങ്ങനെ പഞ്ചായത്ത് അങ്ങ് നിർത്തിയിട്ട്. പഞ്ചായത്ത് പിന്നെ ഒരു മാറ്റവും ഇല്ല. കാരണം അവിടെ ഒരു മാറ്റങ്ങൾക്കും വന്നിട്ട് ഇല്ല. താഴെയാണ് ഫുൾ മാറ്റങ്ങൾ വന്നത്. ഈ റോഡ് ഇറങ്ങി കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഫുൾ മാറ്റങ്ങൾ വരുന്നത്. ഇവിടെയാണ് 4 വരി പാത വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പഞ്ചായത്ത് പണ്ടത്തെ പഞ്ചായത്ത് തന്നെ ഒരു മാറ്റം ഇല്ലാണ്ട്, പക്ഷെ പാത വരുന്നത് ഇവിടെ ആയതുകൊണ്ട്, അത് കുറച്ച് താഴോട്ട് ഇറങ്ങി ആയതുകൊണ്ട് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും മാറിയിട്ടുണ്ട് കേട്ടോ. ഒന്നും തിരിയുന്നില്ല. ഇത് ഇടം വരെ ആയിരുന്നു. കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ സമയം നമ്മൾ വരുമ്പോൾ ഓരോ മാറ്റങ്ങളാണ് വരുന്നത്. അങ്ങനെ ഇതാ നമ്മളെ വീടെത്താനായേ. വീട്ടിലാണെങ്കിൽ എല്ലാവരും കാത്തിക്കുന്നുണ്ട്. അമ്മയും അച്ഛനും പൊന്നും വാവയും പിന്നെ പൊന്നുവിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയി. നമ്മൾ കുറച്ച് കാലമായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഏകദേശം ഒരു 3 മന്ത് ആയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അമ്മ ഇങ്ങനെ കാണിക്കുന്നുണ്ടേനു. ഫുൾ എക്സൈറ്റഡായിട്ട് ഇങ്ങനെ നിൽക്കുവാന്ന്. അങ്ങനെ ഇതാ നിച്ചു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കേനു. പിന്നെ പൊന്നൂൻ്റെ ഏച്ചിയും മക്കളെല്ലാം വന്നുകൊണ്ടാവും നല്ല രസമുണ്ടേനു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ വർത്താനെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവേനു. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സാധനം എല്ലാം കൊണ്ട് കൊടുത്ത്. അപ്പോൾ മാങ്ങയും കൂടി ഉണ്ടായിരുന്നു വീട്ടിലെ.
അപ്പോൾ അതും കൂടെ കൊണ്ടു കൊടുക്കണം. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം. നല്ല ടയറുണ്ട്, വിശക്കുന്നുമുണ്ട്. രാവിലെ ബ്രെഡ് കഴിച്ചാന്ന് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. നമ്മൾ താഴെ പോയിട്ട് ഫുഡ് കഴിക്കും. താഴെ അടിപൊളി ഫുഡാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാറും അവിയലും കൂർക്കയും ചിക്കൻ കറിയും പിന്നെ നമ്മളെ ക്യാബേജ് വറവും അടിപൊളിയായിരുന്നു. കുറേ നാളായി അടിപൊളി ഫുഡ് കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇഷ്ടായിന കമ്മല് ചൂടല്ലല്ലോ, അതുകൊണ്ടല്ലേ വലിയ വാങ്ങാത്ത കമ്മല്. അതെ, സ്വർണ്ണല്ലേ ഇടല്ലോ. ഇനി വാങ്ങിത്തരേ? വിട്ടോക്കറ. അങ്ങനെ ഇതാ നമ്മൾ മൈലാഞ്ചി എല്ലാം ഇട്ട് നാളെ പൊന്നുവിൻ്റെ ഒരു വളകാപ്പ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സിമ്പിളായിട്ട് ഒരു മൈലാഞ്ചി ഡിസൈനൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരെയും കയ്യിലായിട്ട് ഒരു കലാവിരുത് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. വരക്കാനൊന്നും ഇങ്ങനെ അറിയൊന്നുമില്ല എനിക്ക്, പക്ഷേ പണ്ട് സ്കൂളിൽ ഡ്രോയിങ് ക്ലാസ് എല്ലാം പഠിച്ചിട്ട് അങ്ങനെ എല്ലാം വർക്ക് എക്സ്പീരിയൻസ്, ഡ്രോയിങ് ക്ലാസ്, അങ്ങനെ കുറച്ച് പീരീഡ് മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയെല്ലാം പഠിച്ച് ശീലിച്ചുകൊണ്ട് കുറച്ച് ചെറുതായിട്ട് നോക്കി വരക്കാനും അങ്ങനെ കുറച്ച് കഴിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഞാൻ മാക്സിമം എന്താ പറയുക, കിട്ടിയ ചാൻസ് മുതലെടുത്ത് തന്നെ പറയാം. ആദ്യം എൻ്റെ കയ്യിൽ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പൊന്നുവിൻ്റെ കയ്യിൽ ചെയ്ത്, പിന്നെ അങ്ങനെ എല്ലാവരുടെ കയ്യിലും വേണ്ടത്ര തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മാളുവിന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. മാളുവിന് ലേശം ഇട്ടിട്ടുണ്ടായിട്ടുള്ളൂ. മാളു പറഞ്ഞ് എത്ര വേണമെങ്കിലും ഇട്ടോ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൽ താജ്മഹൽ തന്നെ പണിയാമെന്ന് വിചാരിച്ചിട്ട് ഫുള്ളായിട്ട് മാളുവിൻ്റെ കൈ നിറച്ചും തോന്നിയ പോലെ അങ്ങ് ഇട്ട്. എനിക്ക് ഇന്ന ഡിസൈനൊന്നും അറിയില്ല, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ അങ്ങ് ഇങ്ങനെ ഇടുന്ന കേട്ടോ. അവസാനം ഞാൻ എൻ്റെ കയ്യിലും കൂടി ഇട്ട് കൈക്കായിട്ട് ലാസ്റ്റ് കുറച്ച് തൊപ്പിയും കൂടെ വെച്ച്, ചെറിയൊരു തൊപ്പി കേട്ടോ വെച്ചത്. നടുക്കൊരു പൂവെല്ലാം ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സിമ്പിളായിട്ട്, ഈ ഉള്ളം കയ്യിലിട്ടത് ഭയങ്കര സിമ്പിളായിട്ടൊരു ഡിസൈനാട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം കൊലയ്ക്ക് ഇങ്ങനെ വെക്കുകയാണ്. കൊലയ്ക്കാണെങ്കിൽ കുറേ പൂവെല്ലാം ഇങ്ങനെ വിരിഞ്ഞിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറേ നാളായില്ലേ വീട്ടിലെല്ലാം ഇങ്ങനെ വന്നിട്ട് ഇരുന്നിട്ട് നിന്നിട്ടെല്ലാം ചെയ്തിട്ട്. അതുകൊണ്ട് കുറേ സമയം ഇങ്ങനെ എല്ലാവരും കൂടി സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത വേറെ തന്നെ ഒരു ഹാപ്പിനെസ്സാണ്. ഏറ്റവും ഇത് ഹാപ്പിനെസ് എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഉള്ളപ്പം, നമ്മൾ മാത്രമല്ല വേറെ പുറമേ നിന്നും എല്ലാവരും കൂടി ഉള്ളപ്പോഴത്തേക്ക് നമുക്കിതുപോലെ ഫങ്ഷനെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് വേഗം മാറ്റിയിട്ട് വേഗം അപ്പുറത്തേക്ക് പോയി. അമ്മയും അനിയനിലുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ പോയപ്പാട് തന്നെ അമ്മ തിന്നാനല്ല, നമുക്ക് ഞാൻ കൊണ്ടുവന്ന സാധനം എല്ലാം അങ്ങോട്ട് കൊടുത്ത്, അമ്മ ആടെയുള്ള സാധനം എല്ലാം നമുക്ക് ഇങ്ങോട്ട് വന്ന് അങ്ങനെ ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച്. കാരണം ഈ ആഴ്ചയിൽ തീരെ സമയമില്ല, ഞാൻ ഫുൾ തിരക്കായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ.